നമ്മൾ ഈ മനസ്സിൽ വിചാരിച്ചതുപോലെ തന്നെയുള്ള ഒരു ഫ്ലാറ്റും ബിൽഡിങ്ങും അറ്റ്മോസ്ഫിയറും സറൗണ്ടിങ്സും ഒത്തു വന്നതുകൊണ്ട് ഞങ്ങൾ വേറെ ഒന്നും പ്രത്യേകിച്ച് വേറെ എങ്ങും കാണാനും പോയില്ല. പനമ്പള്ളിയാത്. അപ്പൊ അപ്പായുടെ എന്ന് പറഞ്ഞു, അപ്പ ഒരു ഫ്ലാറ്റ് ഉണ്ട് പനമ്പള്ളി, അത് കൊള്ളാടാ. എനിക്ക് ഈ സ്പേസ് ആണ് ആദ്യമേ ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇതിനോട് ഇൻട്രസ്റ്റ് തോന്നി. പിന്നെ ബാക്കി നോക്കുന്നത് ബെഡ്റൂം ഇച്ചിരി വലുതായിരിക്കണം, അറ്റാച്ച്ഡ് ആയിരിക്കണം. അതുകൊണ്ട് അവർ ക്വാളിറ്റി സാധനങ്ങൾ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരുമാതിരി ക്ലീൻ ആൻഡ് നീറ്റ് ആണ് സറൗണ്ടിങ്സ്. അത് എറണാകുളത്ത് പലയിടത്തും ആ ഒരു പ്രശ്നമുണ്ട്, ഇവിടെ അതില്ല. എൻ്റെ പേര് ജേക്കബ് കോശി എന്നാണ്. ഇത് സുമ ജേക്കബ് എൻ്റെ ഭാര്യ. ഞങ്ങൾ ബേസിക്കലി തിരുവല്ലയിൽ നിന്നാണ്. ഞങ്ങളിപ്പോൾ ഉള്ളത് എറണാകുളത്ത് ഞങ്ങളുടെ പുതിയ അപ്പാർട്ട്മെൻ്റായ ആര്യഭംഗി റൈൻ സ്റ്റോണിലാണ്. ഞങ്ങൾ പല കാറ്റലോഗുകളും ബ്രോഷറും ഒക്കെ ചെക്ക് ചെയ്ത് നോക്കിയതിൽ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ മനസ്സിൽ ഉള്ളതുപോലുള്ളത് ഇതിനകത്ത് ഉണ്ടെന്ന് തോന്നിയത് കൊണ്ടാണ് സെലക്ട് ചെയ്തത്. എനിക്ക് ഈ സ്പേസ് ആണ് ആദ്യമേ ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇതിനോട് ഇൻട്രസ്റ്റ് തോന്നി. പിന്നെ ബാക്കി നോക്കുന്നത് പിന്നെ അത്യാവശ്യം ജിമ്മും സ്വിമ്മിംഗ് പൂള് പാർട്ടി ഹാള് അതെല്ലാം ഉണ്ട്. അതെല്ലാം ഇഷ്ടപ്പെടും. ബാൽക്കണി ഒക്കെ അത്യാവശ്യം ഓരോരുത്തർക്കും അവരവരുടെ ആവശ്യത്തിനുള്ളത് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഡോറ് തുറന്ന് ഫ്ലാറ്റ് എല്ലാം സെറ്റ് ചെയ്ത 3 ബെഡ്റൂം ഫ്ലാറ്റ് നമ്മളെ കാണിച്ചു. അപ്പൊ നല്ല സ്പേസ്, അതാണ് ഏറ്റവും ആദ്യം ഞങ്ങൾക്ക് ബേസിക്കായിട്ട് വേണ്ട ഈ ഇങ്ങനെ ഒന്നിച്ചു കിടക്കുന്ന സ്പേസ് ആണ് താല്പര്യം. നല്ല സ്പേസ് ഉണ്ട്. അല്ലാതെ മുറിയായിട്ട് തിരിഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഒരു ഒന്നും ഇടുങ്ങിപ്പോ. ഇതിപ്പോ ഒന്നിച്ചല്ലേ കിടക്കുന്നത്. അതാണ് ഫസ്റ്റ് ക്യാച്ചിങ് ആയിട്ട് ഫ്ലാറ്റിന്റെ. എനിക്ക് ഇച്ചിരിക്കുന്ന സ്ഥലം വേണം, സ്പേഷ്യസ്. വേറെ ഒത്തിരി അനാവശ്യമായിട്ട് വേണമെന്നില്ല. ഈ ഇരിക്കുന്നവർ നടക്കുന്നതും ഒക്കെ ഇത്തിരി സ്പേഷ്യസ് ആയിരിക്കണം. ബെഡ്റൂം ഇച്ചിരി വലുതായിരിക്കണം, അറ്റാച്ച്ഡ് ആയിരിക്കണം. അതുകൊണ്ട് അവൻ്റെ സംഗതി, അവൻ്റെ മുറി അവന് താല്പര്യമായി. മോക്ക് വേണ്ടി ഞങ്ങൾ 3 പേരും കൂടെ അങ്ങ് ഓക്കെ ആക്കി. അതാണ് അവിടെ കിടപ്പുണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ അത്യാവശ്യം ലിഫ്റ്റ് വല്ലതും ഇല്ലെങ്കിലും ഒന്ന് പെട്ടെന്ന് ഇറങ്ങി പോകത്തക്ക രീതിയിലാണ് ഈ താഴത്തേത്. ഞങ്ങൾ 3rd ഫ്ലോർ അന്ന് പെട്ടെന്ന് ഇറങ്ങിപ്പോ. ഡിസംബർ തൊട്ടേ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഞങ്ങൾക്കിപ്പോ എല്ലാ പ്രാവശ്യവും ഇങ്ങനെ ഡിസ്റ്റൻസ്. അപ്പൊ ഞങ്ങള് മോനും ഞാനും കൂടെ ഈ യൂട്യൂബിലും പിന്നെ ബിൽഡേഴ്സിനെ വിളിച്ചും ഒക്കെ ഒത്തിരി ഞങ്ങളിങ്ങനെ ഞങ്ങളങ്ങ് ഫെഡപ്പായി. വൈറ്റില് അവിടെ ഇവിടെ ഒക്കെ ഉണ്ടെന്ന് അപ്പായോട് പറയുമ്പോ അപ്പ പറയോ അപ്പായ്ക്ക് ഇഷ്ടമില്ല അവിടെ എന്നും പറഞ്ഞിരുന്നു. അങ്ങനെ ഇതിപ്പോ ഒരു ദിവസം മോന് വന്നിട്ട് എന്നേക്ക് ഈ വീഡിയോ കാണിക്കുന്നവരുടെ. അപ്പോൾ ഞാൻ പറഞ്ഞു അത് കൊള്ളാവല്ലോടാ എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു എവിടെ? പനമ്പള്ളി. പനമ്പള്ളിയാത്. അപ്പൊ അപ്പായുടെ എന്ന് പറഞ്ഞു, അപ്പ ഒരു ഫ്ലാറ്റ് ഉണ്ട് പനമ്പള്ളി, അത് കൊള്ളാടാ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ വരുന്നത്. ഞങ്ങൾ വേറെ ഒരു ബിൽഡിങ്ങും കൂടെ കണ്ടിട്ടാ ഇവിടെ വരുന്നത്. സറൗണ്ടിങ്സ് എന്ന് പറഞ്ഞാൽ ഓക്കെ, ഇവിടെ വേറെ മനോരമ ഉണ്ട്, ഇങ്ങോട്ട് കയറാൻ ആരുടെ ഒരു അഡ്വർടൈസ്മെന്റ് നമ്മളിപ്പോൾ വഴി പറഞ്ഞു കൊടുക്കണമെങ്കിൽ തന്നെ ഒരാളുടെ ലൊക്കേഷൻ മനോരമയുടെ അടുത്ത. ഞങ്ങൾ വിളിച്ച് പറഞ്ഞിട്ട് ഞങ്ങൾ സൈറ്റ് വിസിറ്റിന് വന്നു. ഒരു ഡേറ്റ് ടൈം തന്നു. ഞങ്ങൾ തിരുവല്ലയിൽ നിന്ന് ഇവിടെ എത്തി. വളരെ നല്ലൊരു അപ്രോച്ചായിരുന്നു. ഞങ്ങൾക്ക് വളരെ സന്തോഷകരമായ നമ്മൾ ഈ മനസ്സിൽ വിചാരിച്ചതുപോലെ തന്നെയുള്ള ഒരു ഫ്ലാറ്റും ബിൽഡിങ്ങും അറ്റ്മോസ്ഫിയറും സറൗണ്ടിങ്സും ഒത്തു വന്നതുകൊണ്ട് ഞങ്ങൾ വേറെ ഒന്നും പ്രത്യേകിച്ച് വേറെ എങ്ങും കാണാനും പോയില്ല. വേറെ 2-3 എണ്ണം മാർക്ക് ചെയ്തിരുന്നു, അത് പോയില്ല. ഇവിടെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തു. ഞങ്ങളിവിടെ ആദ്യം ഫിനിഷ് ഞങ്ങളിവിടെ കൊണ്ടുവരുമ്പോൾ ഞങ്ങൾ ഫ്ലാറ്റെല്ലാം കണ്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട്. അപ്പോൾ ഞാൻ വരുമ്പോൾ ഞാൻ എൻ്റെ ബാങ്കിൻ്റെ അകത്ത് ഒരു ചെക്ക് ബുക്കുമായിട്ടാണ് വന്നത്. ആക്ച്വലി മേടിക്കോ ഇല്ലയെന്ന് നമുക്കറിയത്തില്ല, പക്ഷെ ചെക്ക് ബുക്കുമായിട്ടാണ് വന്നത്. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഈ ഫ്ലാറ്റ് അങ്ങ് ഇഷ്ടപ്പെട്ടു. അപ്പം മോൻ എന്നോട് പറഞ്ഞു ഇത്രയാണ് എമൗണ്ട് കൊടുക്കേണ്ട അഡ്വാൻസ്. ഞാനത് കേട്ടു. എന്നിട്ട് പക്ഷേ ഞാൻ ബിനീഷിനോട് പറഞ്ഞ് ഞങ്ങൾക്കൊരു ചെറിയൊരു എമൗണ്ട് ഞാൻ തരാം, അതിന് സമ്മതിക്കുവാണെങ്കിൽ അഡ്വാൻസ് ഇപ്പം പേ ചെയ്തിട്ട് ഞങ്ങൾ പോകാൻ പറഞ്ഞു. അപ്പം
അപ്പം പറഞ്ഞു ജോർജ് സാറിനോട് ചോദിക്കണമെന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെ പുള്ളി ഫോൺ വിളിച്ച് ചോദിച്ചു. അപ്പം ജോർജ് സാർ സമ്മതിച്ചു. അപ്പം അതൊക്കെ ഒരു ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമായിരുന്നു എന്നുള്ളത് ഭയങ്കര ഒരു ഇതായിരുന്നു ആ സംഭവം. ബിക്കോസ് ആരും സമ്മതിക്കത്തില്ല. നോർമലി ഒരു ബിൽഡേഴ്സ് അവർ പറയുന്ന അഡ്വാൻസ് നമ്മൾ കൊടുത്താലേ ഫ്ലാറ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. പക്ഷെ ഇവിടെ ആ ഒരു എന്താ പ്ലീസിങ് ആയിട്ട് നമ്മുടെ ഇഷ്ടത്തിന് ഓക്കെ പറഞ്ഞത് തന്നെ ഒരു ബ്ലെസ്സിങ് ആയിട്ട് ഞങ്ങൾക്ക് തോന്നി. ഇത് മോളെ കാണിച്ചു, മോളെ ഉള്ളായിരുന്നു ഇവിടെ സ്ലൈഡ് ഒക്കെ അയച്ചു കൊടുത്തോ. അവളുടെ മുറിയും സ്പെഷ്യലായിട്ട് എല്ലാം ഇതാണ് നിന്റെ മുറി, ഇത് അവന്റെ മുറി, എല്ലാം കഴിഞ്ഞ് ഓക്കെ. അവള് കണ്ടിട്ടില്ല, വന്ന് പിന്നെ കണ്ടു. അത് കഴിഞ്ഞു വന്നു. ഇത് മേടിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞു വന്നു. അവര് 6 മാസം എന്ന് പറഞ്ഞെങ്കിൽ അതിനൊക്കെ വളരെ മുമ്പ് തന്നെ ചെയ്തു തന്നു. നമുക്ക് ധൃതിയുമില്ലായിരുന്നു. നമ്മൾ ഇവിടെ എമർജൻസി ആയിട്ട് താമസിക്കുന്ന സിറ്റുവേഷൻ ഒന്നും ഇല്ല. വേറെ അതിലെ കംഫർട്ടബിൾ ആയിട്ട് താമസിക്കുന്നു. ഇത് റെഡിയായി കിട്ടുമ്പോൾ വരിക, കംപ്ലീറ്റ് ഫർണിഷിങ് ചെയ്ത് കഴിഞ്ഞ് ഇന്റീരിയർ ചെയ്തിട്ടേ വരുന്നുള്ളൂ എന്ന് തീരുമാനിച്ചു. പുള്ളി ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയിൽ വന്ന് വന്നതല്ല. ഏപ്രിലാണ് തോന്നുന്നു ഇന്റീരിയർ വർക്ക് കൊടുത്തത്. മെറ്റീരിയൽസ് എല്ലാം നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ്. കാരണം ഞാനൊരു കോൺട്രാക്ടറാണ്. എനിക്ക് മെറ്റീരിയൽ കണ്ടാലറിയാം. അതിൻ്റെതായ വ്യത്യാസമാണ്. ഡിഫറൻസ് ഉണ്ടെങ്കിൽ എനിക്കത് മനസ്സിലാക്കാനുള്ള പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് ഒറ്റനോട്ടത്തിന് തന്നെ നമുക്ക് അവർ ക്വാളിറ്റി സാധനങ്ങൾ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആരും പറഞ്ഞിട്ടല്ല. DB ആയാലും എക്സ്ട്രാ സ്പേസിൽ ഇട്ടിട്ടുണ്ട് മുകളിൽ. നമുക്ക് ആവശ്യം എന്തെങ്കിലും ഉണ്ട് അവിടുന്ന് പോയിന്റ്സ് എടുക്കാം. അങ്ങനെയൊക്കെയുള്ള വിട്ട് പൊട്ടിക്കേണ്ട. ഇതൊക്കെയാണ് ഒരു കോൺട്രാക്ടർ നോക്കുന്നത് പണി ചെയ്യുമ്പോൾ. അപ്പം നിങ്ങൾക്ക് വേണ്ടി ഒരു വീട് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞാനിത് ചെയ്തു കൊടുക്കുമായിരുന്നു. അല്ലെങ്കിൽ അവിടെ ഇവിടെ എല്ലാം പൊട്ടിക്കണം. പിന്നെ ഗൾഫിൽ കൂട്ടല്ല ഇവിടെ പണിയുന്നത്. അവിടെ ഇലക്ട്രിക്കലെല്ലാം താഴെ 45 സെന്റിമീറ്റർ പൊക്കത്തിലാണ് വെക്കുന്നത്. സ്വിച്ചൊക്കെ പ്ലഗ് കുത്തുന്നത്, ഈ സ്വിച്ചല്ല പ്ലഗ് കുത്താനും പിടിക്കുക. അതിങ്ങനെ വയറ് പൊക്കി കൊണ്ട് പോകേണ്ട. അതാ പ്ലസ് ഒന്നും വെളിയിൽ കാണരുത്, എല്ലാം കൺസീൽഡ് ആയിരിക്കണം. അപ്പം അങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് 10-30 വർഷം ചെയ്തിട്ട് ഇവിടെ വരുന്നുണ്ട്. ഏകദേശം ആ ലെവലിലാണ് ഇവർ ചെയ്തേക്കുന്നത്. സ്വിച്ച് ഇച്ചിരി പൊക്കത്തിലാണ് വെച്ചേക്കുന്നത്. അത് ഇവിടുത്തെ റിക്വയർമെൻറ്റ് അങ്ങനെയാണ്. ഇവിടുത്തെ ഇൻസ്പെക്ടറേറ്റിൻ്റെ റൂളുണ്ട്. പിന്നെ ട്രാൻസ്ഫോമറുണ്ട് സ്വന്തമായിട്ട് ഇവിടെ ഈ ബിൽഡിങ്ങിന്. കാരണം അത് ഇത്ര 4 നിലയ്ക്ക് മുകളിൽ 5 നില വന്നാൽ ട്രാൻസ്ഫോമർ വേണമെന്ന് റൂളാണ്. പ്ലസ് ലിഫ്റ്റ് ഉണ്ടെങ്കിൽ ജനറേറ്റർ വേണമെന്ന് റൂളാണ്. അത് 2 ലിഫ്റ്റ് ഉണ്ട്. അതിനനുസരിച്ചുള്ള ജനറേറ്ററും ലിഫ്റ്റും നമ്മുടെ ഈ ഫ്ലാറ്റ് എല്ലാം എല്ലാ ലൈറ്റും കത്തും. ആക്ച്വലി അങ്ങനെ ഇത്രയും പേര് താമസിക്കുന്നുണ്ടെങ്കിൽ വരേണ്ട കാര്യമില്ല. നമ്മൾ അത്യാവശ്യം ഒരു ഹോളിലും കിച്ചണിലും ഒരു ബെഡ്റൂമിലും ലൈറ്റ് എമർജൻസിക്ക് വന്നാൽ മതി ജനറേറ്റർ ഓൺ ചെയ്യുമ്പോൾ. പക്ഷെ ഇതല്ല, കംപ്ലീറ്റ് അങ്ങ് കണക്ട് ചെയ്തേക്കുക. എനിക്ക് കംഫർട്ടബിൾ ആയിരുന്നു. ട്രെയിൻ പോകുന്നതിൻ്റെ സൗണ്ട് കഥ അടച്ചിട്ട് കഴിഞ്ഞാൽ ഒരു ഇതൊരു കേൾക്കത്തില്ല. അപ്പം നമ്മൾ നെറ്റ് ഇടുമല്ലോ, ഈ ഇത് മാറ്റി വെച്ചിട്ട് നെറ്റ് മാത്രം ഇടുമ്പോൾ ചെറുതായിട്ട് ട്രെയിൻ പോകുന്നതിന് ഒരു ചെറിയ സൗണ്ട് വരും എന്നുള്ളതല്ലാതെ വേറെ സൗണ്ടുകളോ ഡിസ്ട്രാക്ഷൻസോ ഒന്നുമില്ല. സാധനങ്ങൾ മേടിക്കാൻ നടന്നു പോകാം, അതിനുള്ള ദൂരമേ ഉള്ളൂ. എല്ലാം അടുത്തുണ്ട്, എവറിത്തിങ് അടുത്തുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ അത്യാവശ്യത്തിന് ലുലു പോകാൻ അധികം ദൂരമില്ല. അങ്ങോട്ടൊക്കെ ഒന്ന് വണ്ടി ഓടിച്ച് പോകാനും ഉള്ള സൗകര്യമുണ്ട്. ഇവിടെ പാർക്കും മെഡിക്കൽ സ്റ്റോറും എല്ലാം അടുത്തടുത്ത്, പിന്നെ പള്ളികളും ഒക്കെ അടുത്തടുത്തുണ്ട്. ഒക്കെ നല്ല ഏറിയ നല്ലതാ. ഇതിന്റെ ചുറ്റും നടക്കാനും ഒന്നും വലിയ ക്രൗഡില്ല. നമുക്ക് എനിക്കത് ഞാൻ ഇറങ്ങി നടക്കുന്ന കൂട്ടത്തില്ല. ഇതിലേക്ക് വന്ന് നടക്കണമെങ്കിലും വലിയ തള്ളോ വണ്ടി വരിക ഒന്നുമില്ല. അത് ഞാനധികം നേരെ 7 മണി 6:30 7 ആ സമയത്ത് അന്നേരം വലിയ തിരക്കൊന്നുമില്ല. സുഖമായിട്ട് നല്ല ഫ്രഷ് എയറും ഈ അധികം കച്ചടയൊന്നും അവിടെ ഇവിടെയൊന്നും ഇട്ടിട്ടില്ല. ഒരുമാതിരി ക്ലീൻ ആൻഡ് നീറ്റാണ് സറൗണ്ടിങ്സ്. അത് എറണാകുളത്ത് പലയിടത്തും ആ പ്രശ്നമുണ്ട്, ഇവിടെ അതില്ല. ചോദിച്ചു കഴിഞ്ഞാൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ പറയാനുള്ളൂ.
ഇവിടുത്തെ ഫെസിലിറ്റിയും അവർ നമ്മുടെ എന്തെങ്കിലും ഒരു ആവശ്യം പറഞ്ഞാൽ നമുക്ക് വേണ്ടത് ചെയ്തു തരുന്ന ഒരു മെയിൻ്റനൻസിൻ്റെ ആൾക്കാരൊക്കെ നല്ല ഒരു കോപ്പറേഷൻ ഉണ്ട്. നമുക്ക് ഹാപ്പിയാ സത്യം പറഞ്ഞ ഈ വീട്. നമ്മളെന്തായാലും ഇന്നോലും ചെയ്തു തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഇതിനകത്തുള്ള അല്ലെങ്കിലും അവർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അവർ ചെയ്തു തരും.